നമ്മളിപ്പം ജർമ്മനിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെയാണ് നടക്കുന്നത്. സോണി ഒന്നും പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് നല്ല വില പറഞ്ഞ ഫോൺ നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. Hey guys, so welcome back to another exciting place. So ഇന്ന് നമ്മൾ പോകുന്നത് ജർമ്മനിയിലെ തന്നെ ദ ലോങ്സ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ്, ജർമ്മനിയിലെ അല്ല യൂറോപ്പിലെ തന്നെ ദ ലോങ്സ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ടൈറ്റൻ 458 എന്ന് പറയുന്ന ഒരു വലിയ ബ്രിഡ്ജിലേക്കാണ്. ഇത് ജർമ്മനിയിലുള്ള എൽബിംഗറോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് രാവിലെ ഇവിടെ വന്നതാണ്. സോ ബ്രിഡ്ജിന് തൊട്ട് ഫ്രണ്ടിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരു 7.5 യൂറോസിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്ജിലേക്ക് കയറാൻ പറ്റും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു അഡ്വഞ്ചർ സ്പോട്ടാണിത്. ബഞ്ചി ജമ്പിങ്, സിപ്പ് ലൈൻ, സ്കൈ വാക്ക്, റോക്ക് ക്ലൈമ്പിങ്, അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് പോലെ തന്നെ കാഴ്ചക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാഴ്ചയാണ് ഇതിന് പാരലായിട്ടുള്ള ഒരു വലിയൊരു ഡാം. ഇടുക്കി ഡാമൊക്കെ കണ്ടാൽ നമുക്ക് ഇതൊരു അത്ര വലുതായിട്ട് തോന്നില്ലെങ്കിലും ജർമ്മനിയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാമാണിത്. ഏകദേശം 106 മീറ്റേഴ്സ് ടോളായിട്ടുള്ള ഒരു ഡാം. ഇത് നമ്മുടെ ഈ പെഡസ്ട്രിയൻ സസ്പെൻഷൻ ബ്രിഡ്ജിനെ ക്രോസ് ആയിട്ട് പാരലി കൺസ്ട്രക്ട് ചെയ്തേക്കുവാണ്. അപ്പം പെഡസ്ട്രിയൻ ബ്രിഡ്ജിലൂടെ ആൾക്കാർക്ക് നടക്കാം, അതുപോലെ തന്നെ അങ്ങ് ദൂരെ ഡാമിലൂടെ വെഹിക്കിൾസൊക്കെ പോകുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഡാമിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാവുക. കാരണം അതിലൂടെ പോകുന്ന വർക്കുകളൊക്കെ ഭയങ്കര ചെറുതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് ആണെങ്കിലും ഒരു എൻഡിൽ നിന്ന് മറ്റേ അറ്റം വരെ അങ്ങ് ദൂരേക്ക് നീണ്ടു കിടക്കുവാണ്. ആദർശിന് ഇത്ര പേടിയോ? വലുപ്പത്തിലും ഭംഗിയിലും സാഹസികതയിലും ഈ കൺസ്ട്രക്ഷന് പകരം വെക്കാൻ മറ്റൊന്ന് ജർമ്മനിയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര അടിപൊളിയാണിത്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ അധികം ആൾക്കാർ ഡാമും സസ്പെൻഷൻ ബ്രിഡ്ജും ഒക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ഒരു നിറയെ ആൾക്കാരായിരുന്നു. ചെറിയൊരു കുലുക്കൊക്കെ ഡാമിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാമിനോടനുബന്ധിച്ചുള്ള എല്ലാ രീതിയിലുള്ള അഡ്വഞ്ചർ സ്പോട്ടിലും ടിക്കറ്റൊക്കെ ഫുള്ളി ബുക്ക്ഡായിരുന്നു. സിപ്പ് ലൈനിലും ബങ്കി ജമ്പിങ്ങിലും ഒക്കെ നിറച്ച ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഏകദേശം തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞ ഒരു ക്ലൈമറ്റ് ആയിരുന്നുകൊണ്ട് നമുക്ക് ആ ഡാമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു നമ്മൾ വിചാരിച്ച ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷെ ഏകദേശം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 10 മിനിറ്റായി. ഇതുവരെ ഞങ്ങൾ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ അങ്ങേയറ്റത്ത് എത്തിയിട്ടില്ല. ഇനി അവിടെ നിന്ന് തിരിച്ചു വരണം. അപ്പോൾ പകുതിയൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചു, ഓ മൈ ഗോഡ്, ഇത് ഇത്രയും വലുപ്പമുള്ളതാണല്ലോ എന്ന്. അതുപോലെ ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ഡാമും അങ്ങ് ദൂരെയായിട്ട് ഹാഴ്സിൻ്റെ പ്രകൃതിയും എല്ലാം കാണാൻ പറ്റും. അതൊരു അടിപൊളി വ്യൂ ആണ്. പക്ഷേ ഇപ്പോൾ സമയം വിൻ്റർ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു യഥാർത്ഥ എക്സൈറ്റ്മെൻറ്റും ആ ഒരു വ്യൂ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് റിയലി വർത്ത് ഫോർ എ ഡേ വിസിറ്റ്. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജിന് അങ്ങേ അറ്റത്തെത്തി. ഇവിടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെഷീനുണ്ട്. അതായത് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രീതിയിൽ പിക്ചേഴ്സ് എടുക്കാൻ പറ്റും. ഇതൊക്കെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫോട്ടോസ് കിട്ടും. ജസ്റ്റ് 5 യൂറോസ് കൊടുത്താൽ മതി. അപ്പോൾ എന്താ പറയുക, ശരിക്കും ഒരു നൈസ് സ്പോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്നുകൂടെ കാണാൻ വേണ്ടി വിൻ്ററിലോ സമ്മറിലോ സ്പ്രിങ്ങിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വേറൊരു വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ശരി എന്നാൽ.